വിറ്റ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം ആത്മീയതയുടെ അളവില്ലാത്ത അഭിഷേകവും വാക്കുകളുടെ അർത്ഥവ്യാപ്തിയും വശ്യതയും മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ ഗാനങ്ങളുടെയും ധ്യാനങ്ങളുടെയും ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പയസ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം പിതാവേ അനന്ത നന്മയാകും പരമോന്നത. ആ മനോഹര ഗാനം ശരിക്കും ചെറുപ്പത്തിലാണ് കേട്ടിട്ടുള്ളത്. ആ പാട്ട്, ആ മനോഹര ഗാനത്തിൻ്റെ പല്ലവി നമുക്കൊന്ന് കേൾക്കാം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഈ പാട്ട് വളരെ ചെറുപ്പം മുതൽ കേൾക്കുന്ന പാട്ടാണ്. കേൾക്കാനും പാടാനും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ഞങ്ങൾ പല ധ്യാനാവസരത്തിലും പാടിയിട്ടുണ്ട് ഈ പാട്ട് ട്യൂണിലേക്ക് എഴുതിയാണോ അതോ എഴുതിയിട്ട് ട്യൂൺ ചെയ്താണോ ഈ പാട്ട്? ഈ പാട്ട് ട്യൂണിലേക്ക് എഴുതിയ പാട്ടാണ്. മാത്രമല്ല ആ ട്യൂണിലേക്ക് എഴുതിയ ആ സാഹചര്യത്തെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അതായത് സംഗീത സംവിധായകൻ എന്നോട് പറഞ്ഞത് യഹോവേ എന്ന് തുടങ്ങണമെന്നാണ്. അപ്പോൾ എന്നിട്ട് അനന്ത നന്മയാകും അതിന് ഒരു അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു താളം ഇട്ട് തന്നു. യഹോവേ ലല്ല. അപ്പോൾ ഞാൻ യഹോവേ എന്ന് എനിക്ക് ദൈവത്തെ വിളിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലതൊരെണ്ണം ഇട്ട് തന്നാലോ. അങ്ങനെ ഞാൻ യഹോവേ എന്നതിന് പകരം പിതാവേ എന്ന് ഞാനിട്ടു. ഈശ്വാസം പാടിയല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, ഈ പാട്ട് ആലാപനത്തിൽ ഏറ്റവും അധികം മികവ് വന്നൊരു പാട്ടാണ്. ചില പാട്ടുകൾ ആരാലപിച്ചാലും വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ചില പാട്ടുകൾ, ഇപ്പം ദാസ് സാർ പാടിയ പാട്ട്, ഈ പാട്ട് 3 പേര് ആലപിച്ചത് ഞാൻ കേട്ടു. പക്ഷെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ചില പാട്ടുകൾ അത്ര മികവോടെ പാടിയത് ചിലപ്പോൾ അത്രയും എത്തിക്കാൻ പലർക്കും അതിൻ്റെ അടുത്തൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രത്യേകത. പല്ലവിയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹിതം നിറവേറ്റണം എന്നുള്ളൊരു ശക്തമായ ഒരു ഭാഷ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലും നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറണമെന്ന്. എന്നാൽ അച്ഛൻ ഇന്ന് ഈ വരികളിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയമാകണം, അപ്പം നിറവേറണം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവഹിതത്തോടുള്ള ഒരു ആഭിമുഖ്യം എങ്ങനെയാകണം? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മുഖ്യമായൊരു പ്രമേയമാണത്. ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും ഉണ്ടാകണം, നടക്കണം. ദൈവരാജ്യം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഭരണമാണ്. ദൈവത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ദൈവം അയച്ച യേശുക്രിസ്തുവിൻ്റെ ഭരണമാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് യേശുക്രിസ്തുവാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈശോ നന്മയുടെ ഔന്നത്യം നമുക്ക് കാണിച്ചു തന്നു. അതിനപ്പുറമൊന്നും പോകാനില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് മനുഷ്യൻ ശ്രമിക്കുകയാണ് ഈശോ കാണിച്ചു തന്ന നന്മയുടെ ഔന്നത്യത്തിലെത്താൻ. അതിന് വെറുതെ പറയുകയല്ല ഈശോ ചെയ്തത്, പറയുകയും
ആ ഔന്നത്യത്തിലേക്ക് എത്താൻ ആവശ്യമായ നന്മ നമുക്ക് സൗജന്യമായിട്ട് നൽകുകയും കൃപയായി തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈശോയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെയാണ് പരമോന്നതൻ എന്നാണ് പറയുന്നത്. നമ്മൾ അത്യുന്നതൻ എന്നൊക്കെയാണല്ലോ വിശുദ്ധ കുർബാനയിൽ, അത്യുന്നതൻ, പരമോന്നതൻ. അപ്പോൾ പിതാവേ അനന്ത നന്മയാകും പരമോന്നതൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഔന്നത്യം അറിയുന്നത്, ആ ആളിൻ്റെ വലിപ്പം അറിയുന്നത്, മഹത്വം അറിയുന്നത്, എത്ര പണമുണ്ട്, എത്ര മൾട്ടി മില്യറാണെന്നുള്ളതനുസരിച്ചല്ല. ആ വ്യക്തിയിൽ നിന്ന് എന്തുമാത്രം നന്മ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എന്തുമാത്രം നന്മയുണ്ട്, അതെങ്ങനെയെല്ലാം ലോകത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ആശ്രയിച്ച ഒരു വ്യക്തിയുടെ മഹത്വം വലിപ്പം ഇരിക്കുന്നത്. പിതാവേ അനന്ത നന്മയാകും പരമോന്നതൻ. അപ്പോൾ അതുകൊണ്ട് ദൈവം പരമോന്നതനായിരിക്കുന്നത് നന്മയുടെ ആ അളവ് കൊണ്ടാണ്. അളവില്ലാത്ത നന്മ, ദൈവത്തിലെ നന്മ അളക്കാൻ പറ്റില്ല. അപ്പോൾ ആ നന്മ സ്വീകരിച്ച് നമ്മളും നല്ലവരാകണം എന്നുള്ളതാണ് ഇതിനകത്തെ ധ്വനി. പിന്നെ ഹൃദയം തുറന്ന സ്നേഹം, അടുത്ത വരി പറയുന്നുണ്ടോ? ഹൃദയം തുറന്ന് സ്നേഹമേയും കരുണാമയ. കരുണാമയ. അത് ഞാൻ എഴുതുമ്പം എനിക്ക് ഇങ്ങനൊരു ചിത്രം ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. അതായത് കുരിശിൽ കിടന്ന ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ ഹൃദയത്തിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകി വന്ന ജലവും രക്തവും കുത്തിയ ആളിൻ്റെ, ലോങ്കീനോസ് എന്നൊരു പേരാണ് പാരമ്പര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ ആളിൻ്റെ പൊട്ടക്കണ്ണിൽ വീണിട്ട്, കാഴ്ചയില്ലാത്ത കണ്ണിൽ വീണിട്ട്, അവന് ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ആ കാഴ്ചയുള്ള ഒരു കണ്ണുകൊണ്ടാണ് അവൻ കുത്തിയത്. അപ്പം മറ്റേ കണ്ണും കൂടി ഈശോ തുറന്നു കൊടുത്തു. അപ്പം ഹൃദയം തുറന്ന് സ്നേഹം എന്തോ അങ്ങോട്ട് കുത്തിയവനെ നേരെ തിരിച്ചു കിട്ടിയതെന്താ? കാഴ്ച. അപ്പോൾ ഹൃദയം തുറന്ന സ്നേഹമേകും. അത് ആ സ്നേഹത്തെ കാരുണ്യം എന്നാണ് പറയേണ്ടത്. സ്നേഹം ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ കരുണാമയനായ കർത്താവ്, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന. അപ്പോൾ കുത്തിയാൽ പോലും ആ മുറിപ്പാടിലൂടെ എന്ത് വരും? കാരുണ്യവും സൗഖ്യവും എല്ലാമാണ് വഴിഞ്ഞൊഴുകുന്നത്. അതാണ് കരുണാമയൻ എന്ന് പറയുന്നത്. ദാസേട്ടൻ പാടുമ്പോൾ ആ കരുണാമയൻ എന്നൊക്കെ ആ പ്രയോഗമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എൻ്റെ അനുപല്ലവി ഒന്ന് കേൾക്കാം. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത. ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. അച്ഛാ, അനുപല്ലവിയിലെ ഗുരുനാഥനായി നീ കൂടെ ഉണ്ടാവുകിൽ, ഇങ്ങനൊരു പ്രയോഗം, ഒരു വിശേഷണം ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ആ വിശേഷണം? ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ സത്യം പറയുന്നവൻ, സത്യം പഠിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പറയാറില്ലേ, ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, അതായത് പുറംകണ്ണ് തുറപ്പിക്കാൻ പുലരിയിൽ അംശമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ പുറംകണ്ണ് തുറക്കും, അകംകണ്ണ് തുറപ്പിക്കാൻ ബാല്യത്തിൽ ആശാമരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അകംകണ്ണെന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവിൻ്റെയും അകത്തുനിന്ന് വരേണ്ടതാണ് എന്താ? ജ്ഞാനം. അപ്പോൾ ഗുരു നമുക്ക് തരുന്ന എന്താണ്? ജ്ഞാനമാണ് തരുന്നത്. ജ്ഞാനം കിട്ടുന്ന ഒരു വ്യക്തിക്കാണ്
തെറ്റാത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈശോ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ഈശോയുടെ വചനം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ഈശോയുടെ അഭിപ്രായങ്ങൾക്ക് നാം വില കൊടുക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തെറ്റില്ലാത്ത തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ തെറ്റില്ലാത്ത തീരുമാനം എടുക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ കൂടെ എന്ന് പറയട്ടെ, ഒരു വ്യക്തിയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ എന്ന് പറയാവുന്നൊരു തീരുമാനമാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത്. ആ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ആ തീരുമാനം ഒരു നല്ല കണ്ടെത്തലാണെങ്കിൽ, ആലോചിച്ചും പൊരുത്തമൊക്കെ നോക്കി എല്ലാ തരത്തിലേ, ആ തീരുമാനം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കല്ലേ. അതുപോലെ ഏത് തീരുമാനവും അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നല്ല തീരുമാനമാണെങ്കിൽ അത് വിജയകരമായി തീരും. അപ്പോൾ ഗുരുനാഥനായി നീ കൂടെ ഉണ്ടാവുകയിൽ പിന്നെ ജീവിതം വിജയിക്കുമെന്ന് പറയുന്നത്. മാത്രമല്ല, വിജയിക്കാനുള്ള മറ്റൊരു കാരണം, ഗുരുനാഥൻ പറയുന്നത് പോലെയാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ അപ്പോൾ ഗുരുനാഥൻ്റെ ആത്മാവ് നമ്മുടെ മേലെ വരും. അപ്പം നമുക്ക് ആ കാര്യങ്ങളെ നിർവഹിക്കാനുള്ള ശക്തിയും കഴിവും നമുക്ക് കിട്ടും. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നൊരു ജീവിതം. ഈശോയെ ഗുരുവായി കർത്താവായി സ്വീകരിക്കുന്നവരിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവ് കടന്നു വരും. അപ്പോൾ പറയുന്നത് അനുസരിച്ച്, എടുക്കുന്ന തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാനും ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കാനും കാരണമാകും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു തത്വം ശരിയാണെങ്കിൽ അത് പ്രായോഗികമാകും. ഉദാഹരണത്തിന്, ഒരുപാട് പേര് ആകാശത്തിൽ കൂടെ പറക്കുവാനുള്ള ഒരു യന്ത്രം കണ്ടുപിടിക്കാൻ നോക്കി, ഫ്ലൈയിങ് മെഷീൻ. പക്ഷേ റൈറ്റ് ബ്രദേഴ്സ് മാത്രമേ വിജയിച്ചുള്ളൂ. അതിന് കാരണം എന്താ? അവരുടെ പ്രിൻസിപ്പിൾ ശരിയായിരുന്നു. അവരൊരു പ്രിൻസിപ്പിൾ, പറക്കുന്നതിൻ്റെ ഒരു തത്വം ആവിഷ്കരിച്ചു. ആ തത്വം ശരിയായിരുന്നു. തത്വം ശരിയായതുകൊണ്ട് മാത്രം പറക്കുകയില്ല, അതിനെ ഉയർത്താനുള്ള ഒരു മെഷീനും കൂടി, അല്ലെങ്കിൽ ഒരു ശക്തി കൂടി, അല്ലേ, ഒരു എൻജിൻ കൂടി വേണം. എൻജിൻ വേണം. അപ്പോൾ ഈശോ പറയുന്നത് പ്രായോഗികമാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെടുക്കുന്ന തീരുമാനം പ്രായോഗികമാകും. പക്ഷേ അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ച് നമ്മളെ ശക്തിപ്പെടുത്തണം. അങ്ങനെയാണ് ഏത് കാര്യവും മുന്നോട്ട് വിജയകരമായി പോകാൻ സാധിക്കുന്നത്. നമുക്ക് എൻ്റെ ചരണം ഒന്ന് കേൾക്കാം. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതുമേശിടാതെ ഏതേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ, അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ, കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം. തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ, അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഈ ബലഹീന ജീവിതം ജയമാർന്നിടുന്നത്, ഈ ബലഹീനതയിലാണ് നിൻ്റെ ശക്തി പ്രകടമാകുന്നതെന്ന് ഈശോ പറഞ്ഞു. നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മനസ്സിലാക്കാനും അതിലെങ്ങനെ വിജയിക്കാനും സാധിക്കും? അതായത് ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും
ഇല്ലായ്മയിലാണ്. ദൈവം സൃഷ്ടിക്കുന്നവനാണല്ലോ. അപ്പോൾ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടിരുന്ന. അപ്പം നമ്മളിലൊക്കെയും ഇല്ലായ്മയുടെ അനുഭവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പാപം ചെയ്യുന്നതെങ്കിൽ അത് എന്തില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്? നന്മയില്ല. ആ നന്മയില്ലായ്മ അല്ലെങ്കിൽ കൃപയില്ലായ്മ അല്ലേ? ദൈവത്തിൻ്റെ ചൈതന്യമില്ലായ്മ, വരപ്രസാദം ഇല്ലായ്മയൊക്കെയാണ് കാണിക്കുന്നത്. ഈ കൂടെ പറയട്ടെ, പാപം ചെയ്യുന്നതുകൊണ്ടല്ല വരപ്രസാദം നഷ്ടപ്പെടുന്നത്. വരപ്രസാദം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബലഹീനതയും പാപപ്രവർത്തനങ്ങളൊക്കെ വാസ്തവത്തിൽ ദൈവചൈതന്യത്തിൻ്റെ കുറവാണ്, ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഇല്ലായ്മയിലേക്കാണ് ആര് വരുന്നത്? ദൈവത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, ഈശോ വരുന്നത്. ഇപ്പോൾ ഈശോ പറഞ്ഞു, ദുഃഖിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദുഃഖമെന്ന് പറയുന്നത് സുഖം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ശൂന്യതയാണ്. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കരയുക എന്ന് പറയുന്ന ഒരു നഷ്ടത്തിലേക്ക് നോക്കിയിരുന്നാണ് കരയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ശൂന്യതയാണ് നമ്മൾ കാണുന്നത്. പൗലോസിലെ നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, കാരണം ബലഹീനതയിൽ എത്ര അവിടുത്തെ ശക്തി എന്നിൽ പ്രകടമാണ്. അപ്പം ബലഹീനത എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് വസിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസാണ്. ഇപ്പം രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയതിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ഒരാൾ താൻ ചെയ്തു കൂട്ടിയ നന്മ പ്രവർത്തനങ്ങളെയെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റേ ആൾ തൻ്റെ ശൂന്യതയെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്, ബലഹീനതയെക്കുറിച്ച് മാറത്തടിച്ചുകൊണ്ട് എന്നിൽ കൃപയില്ല, നന്മയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ വ്യക്തിയിലേക്ക് ആര് വന്നു? ഈശോ വന്നു, അല്ലെങ്കിൽ ദൈവം വന്നു. അപ്പോൾ ദൈവം വന്ന ആ വ്യക്തിയിൽ നിറഞ്ഞു, മറ്റേ വ്യക്തിയിൽ അത്രയും നിറഞ്ഞില്ല. അവനാണ് കൂടുതൽ അനുഗ്രഹീതനായിട്ട് അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയതെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മ പോലും നമുക്ക് നേട്ടമാകും എപ്പോൾ അത് തിരിച്ചറിയുകയും അവിടെ കർത്താവിനെ കൊണ്ട് നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ്. അതേസമയം എൻ്റെ ഒരു നഷ്ടത്തിലേക്ക് നോക്കിയിരുന്ന് ഞാൻ കരയുകയും ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവത്തിന് അവിടെ വരാൻ പറ്റില്ല. കാരണം നീ ദൈവത്തെക്കാൾ വില മതിക്കുന്നത് നിനക്ക് നഷ്ടപ്പെട്ട എന്തോ ആണ്. നഷ്ടപ്പെട്ട ആരോഗ്യമായിരിക്കാം, സൽപ്പേര് നഷ്ടപ്പെട്ടതായിരിക്കാം, നീ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടാത്തതായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം നഷ്ടപ്പെട്ടതിലേക്ക് നോക്കിയിരുന്ന് കരയുമ്പോൾ ദൈവത്തിന് അവിടെ യാതൊരു സ്പേസും നീ കൊടുക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. എല്ലാ മനുഷ്യരുടെയും ഞാൻ നോക്കിയിട്ട് ആധ്യാത്മിക ജീവിതം നയിക്കുന്നു എന്ന് കരുതുന്ന അനേകരുടെ പ്രശ്നം ഇതാണ്. ദൈവത്തെ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും കൃപയിൽ നിറയാനും ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ ഈ സത്യം മനസ്സിലാക്കാതെ അവർ ആ നഷ്ടങ്ങളിലേക്ക് നോക്കിയിരുന്ന് കരയുകയും അതേസമയം മണൽ വിരിച്ച് മുട്ടുകുത്തി കൈ വിരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ നഷ്ടത്തെ സന്തോഷത്തോടുകൂടി സാരമില്ല, നഷ്ടപ്പെടട്ടെ, എൻ്റെ സൽപ്പേര് പോട്ടെ, ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടു, സൽപ്പേര് പോട്ടെ, കുഴപ്പമില്ല, എനിക്കെൻ്റെ ഈശോയെ മതി, ഈശോയുടെ സ്നേഹം മതി, അല്ല അംഗീകാരം മതി, ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേർന്നാൽ മതി എന്നൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്താൽ നിറയപ്പെടും, കൃപയാൽ നിറയപ്പെടും. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഉപവസിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാതെ ദൈവത്തിനായിട്ടൊരു സ്പേസ് ഒരുങ്ങുമ്പോൾ അവിടെ ഈശോയെ വിളിക്കാതെ, ഈശോയെ സ്വീകരിക്കാതെ മറ്റു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. പലരും അതാ ചെയ്യുന്നത്. അധ്വാനിച്ച് പുണ്യം സമ്പാദിക്കുക. അധ്വാനിച്ച് പുണ്യം സമ്പാദിക്കുകയല്ല, സൗജന്യമായിട്ട് ദൈവം തരുന്ന കൃപയെ സ്വീകരിക്കാൻ നമ്മളിലൊരു അവസരം ഒരുങ്ങുമ്പോൾ ആ അവസരം തിരിച്ചറിഞ്ഞ് കൃപ സ്വീകരിക്കുക. അത് കത്തി ഇന്ധനമായി തീരാനായിട്ട് ഈ പറഞ്ഞതൊക്കെ ഉപകരിക്കും. അത്രയേ ഉള്ളൂ. മറ്റ് സുഖ പ്രവർത്തനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാമാണ് വാസ്തവം പറഞ്ഞാൽ പ്രിയമാകണം, നിറവേറണം എന്ന രണ്ട് വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിനക്ക് പ്രിയമാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെയും പ്രിയപ്പെട്ട ഒരു ഇഷ്ടമായിട്ട് മാറണം. എന്താണത്? നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത്, നമ്മളെല്ലാവരും ദൈവത്താൽ നിറയപ്പെടണം എന്നുള്ളത്, ദൈവത്തോട് ഐക്യപ്പെടണം എന്നുള്ളത്, രക്ഷയിലായിരിക്കണം എന്നുള്ളത്, അതെല്ലാമാണ് ദൈവത്തിൻ്റെ ഹിതം. ആ ദൈവഹിതം
എനിക്ക് പ്രിയമാകണം, എനിക്കത് എൻ്റെ ഇഷ്ടമായിട്ട് മാറണം. അതുപോലെ തന്നെ അത് നിറവേറണം, അത് നടക്കണം എൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ്. അപ്പം അതിനെല്ലാം അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, മനസ്സാകണം. നീ മനസ്സാകണം. അതായത് നിൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ, ത്യാഗം ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങളുണ്ടാകുമ്പോൾ പോട്ടെ എന്ന് വെക്കാൻ നീ മനസ്സാകണം. ആ മനസ്സാകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹനം, പലർക്കും സഹനം വേണ്ടല്ലോ. കർത്താവേ ഈ സഹനം മാറ്റിത്തരണേ. പ്രാർത്ഥിക്കാം, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവസാനം കൂട്ടിച്ചേർക്കാൻ പറ്റണം. നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് അതെല്ലാം ഇനി തരേ എന്നല്ല. എൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ്, പക്ഷേ എൻ്റെ ഇഷ്ടത്തേക്കാൾ നിൻ്റെ ഇഷ്ടമാണ് ശരി, നല്ലത്. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അതെനിക്ക് പ്രിയമാകണം, അതെനിക്ക് പ്രിയമാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തേക്കാൾ ഞാൻ വിലമതിക്കുന്നത് നിൻ്റെ ഇഷ്ടത്തെയാണ്. അപ്പോൾ എന്നിൽ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അതാണ് നിറവേറണം. അതിന് ഞാൻ മനസ്സാകണം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മനസ്സാകണം. നമ്മുടെ ശൂന്യതയിലേക്ക് കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ മനസ്സാകണം. അതൊരു വലിയ വിഷയമാണ്. ഇന്ന് നമുക്ക് ലഭിച്ച സന്ദേശം, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് പ്രിയമാകണം, സഹനത്തെ സ്വീകരിക്കുവാൻ മനസ്സാകണം. ഈ ഗാനത്തിലൂടെ ഇന്ന് നമുക്ക് അച്ഛൻ നൽകിയ ഈ സന്ദേശത്തിന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.